എന്താണ് നമ്മുടെ സംസ്ഥാനത്തെ അമ്മ തൊട്ടിലുകൾക്ക് സംഭവിക്കുന്നത്? നമുക്ക് അധികൃതരോട് തന്നെ അക്കാര്യത്തിൽ ചോദിച്ചറിയാം. ഇത് നമ്മൾ ഒരു സതുദ്ദേശത്തോടു കൂടിയാണ്, അതായത് ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കണമെന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് തോന്നുകയാണെങ്കിൽ സുരക്ഷിതമായി ആ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ ഒരിടം വേണം. അതാണ് അമ്മത്തൊട്ടിലിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ. എന്തുകൊണ്ട് ഇപ്പോഴും നന്നാക്കാതെ കിടക്കുന്നു? അതിനൊരു പരിഹാരം വേണം. നമുക്ക് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുൺ ഗോപി തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ. സ്വാഗതം ശ്രീ GL അരുൺ ഗോപി. നമസ്കാരം. ശ്രീ GL അരുൺ ഗോപി, പലയിടങ്ങളിലെയും അമ്മത്തൊട്ടിലിന്റെ അവസ്ഥ കണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയായിരുന്നു, ആലപ്പുഴയിൽ മാനവി എത്തുന്നു, തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉജ്ജ്വൽ എത്തുന്നു. അതൊക്കെ സുരക്ഷിതമായ കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങാൻ കഴിയുന്ന നല്ല ഒരു സംവിധാനമാണ് അമ്മത്തൊട്ടിൽ. പക്ഷേ ആ പനമ്പള്ളി നഗറിൽ ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു കൊന്ന ഒരു സംഭവം നമ്മുടെ മുന്നിലുണ്ട്. കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാൻ തോന്നുന്നവർക്ക് അത് കൊണ്ടുപോയി കുഞ്ഞിനെ ഏൽപ്പിക്കാനുള്ള അമ്മത്തൊട്ടിലിന് അത് കൃത്യമായി പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യം, അതൊരു ബുദ്ധിമുട്ടല്ലേ? അത് എന്തുകൊണ്ടാണ് പരിഹരിക്കപ്പെടാതെ ഇങ്ങനെ കിടക്കുന്നത്? തീർച്ചയായും ഈ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള വലിയ ശ്രമം നടത്തി വരികയാണ്, വലിയ പരിശ്രമമാണ് നടത്തുന്നത്. എറണാകുളത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 4 തവണയാണ് ആ അമ്മത്തൊട്ടിൽ നന്നാക്കിയത്. നേരത്തെ ഞാൻ മുഴുവൻ കണ്ടില്ല. 4 തവണ നന്നാക്കിയെന്ന് പറയുമ്പോൾ കേടുവന്നത് ഈ സെൻസറിൻ്റെ പ്രശ്നമാണ് വരുന്നത്. ഇതൊരു ഒഴിഞ്ഞ സ്ഥലത്താണ് അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ അമ്മത്തൊട്ടിൽ എറണാകുളത്ത് കുഞ്ഞിനെ ഈ ഒരു വർഷത്തിനിടെ തന്നെ എറണാകുളത്ത് അമ്മത്തൊട്ടിൽ കുഞ്ഞിനെ ലഭിച്ചിട്ടുണ്ട്. അവിടെ കുഞ്ഞിനെ ലഭിക്കുന്നു. അതിൻ്റെ അടുത്ത ദിവസങ്ങളിലാണ് വീണ്ടും അത് കംപ്ലൈൻ്റ് ആവുന്നത്. കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത് ഇതിൻ്റെ സെൻസർ, ഇത് നിങ്ങൾ കാണേണ്ടത് 2002 രാജ്യത്ത് മാതൃകയാകുന്ന തരത്തിലാണ് കേരളത്തിൽ അമ്മത്തൊട്ടിൽ എന്ന ആശയം രൂപീകൃതമാകുന്നതും അമ്മത്തൊട്ടിൽ സ്ഥാപിക്കുന്നതും. അതിനുശേഷം തിരുവനന്തപുരത്ത് മാത്രം നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ 598 കുട്ടികളെയാണ് തിരുവനന്തപുരത്തെ അമ്മത്തൊട്ടിലൂടെ മാത്രം ലഭിച്ചത്. മറ്റ് ജില്ലകളിൽ സ്ഥാപിക്കപ്പെട്ട അമ്മത്തൊട്ടിലൂടെ 938 കുട്ടികളെയാണ് സംസ്ഥാനത്ത് ആകെ 2002 മുതൽ ഇതുവരെയായി അമ്മത്തൊട്ടിലൂടെ ലഭിച്ചിട്ടുള്ളത്. ഈ അമ്മത്തൊട്ടിലുകൾ ഇന്നിപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച വിഷയങ്ങൾ, ആ വിഷയങ്ങൾ അടിയന്തരമായിട്ടുള്ള ഇടപെടലുണ്ടാകും. അടിയന്തരമായി പരിഹാരം കാണാൻ ആവശ്യമായിട്ടുള്ള സമയബന്ധിതമായി തന്നെ അതിനകത്ത് നടപടി ഉണ്ടാകുമെന്നുള്ളത് ആദ്യമേ സൂചിപ്പിക്കുകയാണ്. ശ്രീ GL അരുൺ ഗോപി, ഞാൻ വളരെ സ്പെസിഫിക് ആയി തന്നെ ഒരു ഉത്തരം ആവശ്യപ്പെടുന്നത് കാസർകോട്ടെ വിഷയത്തിലാണ്. ഇപ്പോൾ കൊച്ചിയിലേത് പലവട്ടം നന്നാക്കി, അതിപ്പോൾ അതിന്റെ കഴിഞ്ഞ 3 മാസമായുള്ള തകരാർ ഉടൻ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ കാസർകോട്ട് എന്താണ് സംഭവിക്കുന്നത്? കാസർകോട്ട് കഴിഞ്ഞ 2 വർഷമായി അതേ തിരക്കുള്ള സ്ഥലത്താണ്. അവിടെ കൊടുത്തിരിക്കുന്ന 2 ഫോൺ നമ്പറും അതിലെടുക്കുന്നില്ല. ആരും ആ കോണ്ടാക്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിനെ സംബന്ധിച്ച് പരിശോധിക്കാം. ഫോൺ നമ്പർ എടുക്കാത്തതിനെ സംബന്ധിച്ച് പരിശോധിക്കാം. കാസർഗോഡ് ഉണ്ടായൊരു വിഷയം യഥാർത്ഥത്തിൽ അത് ഈ പറഞ്ഞ ഘട്ടത്തിലാണ്. നേരത്തെ അത് ഒതുങ്ങിയ സ്ഥലത്തായിരുന്നു. പിന്നീട് റോഡ് വികസനവും ആശുപത്രി വികസനവും ഒക്കെ വരുന്ന ഘട്ടത്തിലാണ് അതിപ്പോൾ തിരക്കുള്ള സ്ഥലത്തേക്ക് വന്നത്. അതിൻ്റെ സമീപത്തൊരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. നേരത്തെ കാസർഗോഡ് മറ്റൊരു അനുഭവം നമുക്ക് മുന്നിലുണ്ടായിട്ടുണ്ട്. ആ അനുഭവം എന്ന് പറയുന്നത്, അവിടെ കുട്ടിയെ ഉപേക്ഷിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് വന്ന ഘട്ടത്തിൽ അവിടെ ആളുകൾ അവരെ ഓട്ടിച്ചു വിട്ട ഒരു അനുഭവം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വന്നിട്ടുള്ള പ്രശ്നം, അവിടെ അമ്മത്തൊട്ടിൽ മാറ്റി സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വരുന്ന കുറച്ച് നാളുകൾക്കുള്ളിൽ, ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ കാസർഗോഡ് അമ്മത്തൊട്ടിൽ മാറ്റി സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും. അത് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. തുടരുക താങ്കൾ. വിഷയം അതാണ്. ഈ ഫോൺ നമ്പർ എടുക്കാത്തതിനെ സംബന്ധിച്ച് അടിയന്തരമായി തന്നെ പരിശോധിക്കും. ഓക്കെ, ഞങ്ങൾ ഇവിടെ നിന്നും വിളിച്ചു നോക്കിയിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു കേൾക്കുന്നതല്ലോ, അത് നേരിട്ട് അറിയണം എന്നുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ ആ 2 നമ്പറിലേക്കും വിളിച്ചിരുന്നു. 2 നമ്പറിലേക്കും കോൾ പോകുന്നില്ല. മാത്രമല്ല തീർച്ചയായും നിങ്ങൾ അതെ ശ്രീ അരുൺ ഗോപി, ഈ ഫോൺ നമ്പർ കൊടുക്കുന്നത് അതൊരു ഉചിതമായ നടപടിയാണോ? കാരണം ഇപ്പോൾ ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കണമെങ്കിൽ ആ അമ്മ അത് അപ്രത്യക്ഷമായി ചെയ്യാൻ, അല്ലെങ്കിൽ താൻ ആരാണെന്ന് അറിയരുത്, തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്ന് അറിയരുത്, അങ്ങനെയൊരു അവരുടെ ഒരു ഐഡന്റിറ്റി അത് അൺനോൺ ആക്കി വെക്കുന്നതിനുള്ള ഒരു ബാധ്യത കൂടി അമ്മത്തൊട്ടിലിന് ഉണ്ടല്ലോ. അങ്ങനെയല്ലേ അതിന്റെ സംവിധാനം? അപ്പോൾ ഈ ഫോൺ നമ്പർ എന്ന് പറയുമ്പോൾ ആരാണ് വിളിച്ചതെന്ന് അറിയാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് പുറത്തു വരില്ലേ? നിലവിൽ ഒരു അണുവിട പോലും ആ നമ്പറൊന്നും പുറത്തു വരില്ല. നിയമപരമായി ആ ഐഡൻറ്റിറ്റി ഒരു കാരണവശാലും വെളിപ്പെടുത്തില്ല. ഇപ്പം നിങ്ങൾ കാണേണ്ട, അമ്മത്തൊട്ടിലൂടെ മാത്രമല്ല കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നത്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിയമപരമായ മറ്റ് സംവിധാനങ്ങളുണ്ട്. ഇന്നിപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളുണ്ട്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ മുഖാന്തരം കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യാം? കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാം. കുഞ്ഞുങ്ങളെ നിയമപരമായി തന്നെ അവർക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എറണാകുളത്ത് കഴിഞ്ഞ ദിവസം
എറണാകുളത്ത് കഴിഞ്ഞ ദിവസം 2 കുട്ടികളെയാണ് അവിടെ ഈ നിയമപരമായ രീതിയിൽ കുട്ടികളെ ഉപേക്ഷിക്കപ്പെട്ടത്. എല്ലാ ജില്ലകളിലും നിയമപരമായ നിലയിൽ കുട്ടികളെ ഉപേക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കൂടി കാണണം. അത് ഉപേക്ഷിക്കപ്പെടാനുള്ള മാർഗം അമ്മത്തൊട്ടിൽ മാത്രമല്ല, മറ്റ് വിവിധങ്ങളായിട്ടുള്ള മാർഗങ്ങൾ. ഒരു കുട്ടിയും ഉപേക്ഷിക്കപ്പെടരുത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. 2002 അമ്മത്തൊട്ടിൽ സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ വലിയ വിമർശനങ്ങൾ സംസ്ഥാന ശിശുക്ഷേമ സമിതിയും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. വലിയ പഴിയാണ് അന്ന് മാധ്യമങ്ങളും പൊതുസമൂഹങ്ങളും ശിശുക്ഷേമ സമിതിക്കെതിരെ അഴിച്ചുവിട്ടത്. എനിക്ക് തോന്നുന്നു സുജയ്ക്കൊക്കെ ആ കാലഘട്ടത്തെ സംബന്ധിച്ച് ധാരണയുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുജയൊക്കെ അന്ന് മാധ്യമപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന കാലഘട്ടമായിരിക്കും. ആ കാലഘട്ടത്തിൽ പത്രങ്ങൾ, അന്ന് വാർത്താ ചാനലുകൾ ഇത്രയധികം വന്നിട്ടില്ല, പക്ഷേ പത്രങ്ങളടക്കം, അന്നുണ്ടായിരുന്ന ചാനലുകളടക്കം ശിശുക്ഷേമ സമിതിക്കെതിരെ വലിയ വാർത്തകളാണ്. കുട്ടികളെ ഉപേക്ഷിക്കാൻ ഒരു സംവിധാനം ഒരുക്കുകയാണ്, നിയമപരമായ അല്ലാത്ത കുട്ടികളെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് ശിശുക്ഷേമ സമിതി ഒരുക്കുന്നത്. അത് ശിശുക്ഷേമ സമിതി അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുവരെ ചോദിച്ച മാധ്യമങ്ങൾ ഇന്നിപ്പോൾ, അല്ലെങ്കിൽ പൊതുസമൂഹം, ശിശുക്ഷേമ സമിതി 22 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യം, അമ്മത്തൊട്ടിൽ എന്ന മഹത്തായ ആശയത്തെ ഉൾക്കൊള്ളുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് വന്നിട്ടുള്ള കുറവുകൾ, ആ കുറവുകൾ അടിയന്തരമായി തന്നെ പരിഹരിക്കും. തീർച്ചയായും നമ്മളും ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ശ്രീ അരുൺ ഗോപി തീർച്ചയായും ഈ അമ്മത്തൊട്ടിലുകൾ പ്രയോജനപ്പെടണം. ഒരു കുഞ്ഞും അനാഥമായി തെരുവിലായി പോകരുത് എന്നത് നല്ല ഒരു കാര്യം തന്നെ.